ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ 6ൻ്റെ റിവ്യൂ ആണ്. അതായത് 26-ാം എപ്പിസോഡും 27 എപ്പിസോഡും, 2 എപ്പിസോഡും നമുക്ക് ചർച്ച ചെയ്യണം. മിനിഞ്ഞാന്നത്തെ എപ്പിസോഡ് നമ്മൾ ചെറിയ രീതിയിൽ മറന്നു. അത് ചില ദേഹ ആശ്വാസക്കുറവും കുറച്ച് ക്ഷീണം പനിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് പറയാനുള്ള അവസരം കിട്ടിയില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ നമുക്കിപ്പോൾ പറയാനുള്ളത്, ബിഗ് ബോസ് സീസൺ 6ലെ മത്സരാർത്ഥികൾ കാണിച്ചു കൂട്ടിയ ഒരുപാട് നെടുവീടിന് ഉത്തരം പറയേണ്ടത് ബിഗ് ബോസ് എന്ന സീസൺ 6ൻ്റെ വലിയൊരിതാണ്. നമുക്കിതൊരു എപ്പിസോഡായി മാത്രം സംസാരിക്കണമെന്നൊന്നുമില്ല. ആദ്യത്തെ ഇതിൽ നോറ ജാസ്മിൻ ഡിബേറ്റ് നടന്നു കഴിഞ്ഞതിനാണ് ശേഷമാണ് പല കാര്യങ്ങളും അതിനു മുകളിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. ബിഗ് ബോസ് സീസൺ 6ൻ്റെ ടാർഗറ്റായി നൂറയും ജാസ്മിനുമൊക്കെ വളരെ പ്രൊവോക്കേഷൻ ചെയ്ത് അവിടെ ഒരു ക്വിറ്റ് ചെയ്യുന്ന ഗെയിം വരെ എത്തിയിട്ടുണ്ട്. ഭയങ്കര പ്രൊവോക്കായി സംസാരിക്കുന്നത് നേരത്തെ പ്ലാൻ ചെയ്ത മാതിരിയുള്ള ഒരു എക്സിക്യൂട്ടീവ് ആണ് അവിടെ നടന്നത്. ജാസ്മിനും ഗബ്രിയും നോറുമൊക്കെ വളരെ നെഗറ്റീവിലേക്ക് പോകുന്ന ഒരു സാധ്യതയാണത്. ഫുൾ പ്ലാനിങ്ങിലൂടെ നമ്പറുകൾ സംസാരിക്കുക, പുറത്തെ കാര്യങ്ങൾ സംസാരിക്കുക, അങ്ങനെ പല രീതിയിലുള്ള സംസാര രീതികൾ പോലും അവിടെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ഇഗ്നോർ എന്ന് പറയുന്ന, നമ്മൾ ആരെ ഇഗ്നോർ ചെയ്യുന്നു, ടാർഗറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഒട്ടിക്കുന്ന ഒരു ടാസ്ക്. അവിടെ എല്ലാവരും ജിൻഡോനെയായിരുന്നു മുഴുവൻ ഫോക്കസ് ചെയ്തത്. നമുക്കറിയാലോ, ഏതിനും ഒരു ഇരയെ കിട്ടിയാൽ ആ ഇരയെ മറ്റുള്ളവർ വെറുതെ വിടില്ലെന്ന്. അങ്ങനെ എല്ലാ ഇരകളെയും മുഴുവനും തൂത്ത് വാരിക്കൊണ്ട് ജിൻഡോ അവിടെ അവസാനം ഗബ്രിക്ക് നേരെ ഒറ്റ ഷൂട്ടിന് തീർക്കാമെന്ന ആ ഒരു ടാർഗറ്റ് കളിച്ചതോടെ ഗെയിമിൻ്റെ ചേഞ്ച് വേറെ രീതിയിലേക്ക് മാറി. വണ്ടർഫുൾ ജിൻഡോ. ജിൻഡോ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് ശരി പറയാൻ പറ്റില്ല. ഗബ്രിയും ചെയ്തതും അതേ രീതിയിലുള്ള രീതി തന്നെയാണ്. ഗബ്രി ചെയ്യുന്നതാണെങ്കിലും ജിൻഡോ ചെയ്യുന്നതാണെങ്കിലും ആരാദ്യം തെറ്റ് ചെയ്തോ എന്നല്ല, പരസ്പരം അതുപോലെ തന്നെ ചീത്ത പിടിച്ച് കളിക്കാനാണെങ്കിൽ ബിഗ് ബോസിൽ വരേണ്ട കാര്യമില്ല. ഇത്രയും വലിയ റിയാലിറ്റി ഷോയിൽ, ഇത്രയും വലിയ റിയാലിറ്റി പ്ലാറ്റ്ഫോം കിട്ടിയിട്ടും, ഇത്രയും ബുദ്ധിയും വിവരവുമൊക്കെ ഉണ്ടായിട്ടും പുറത്തു പോകേണ്ടുന്നൊരവസ്ഥ, അതൊക്കെ കാണുമ്പോൾ ഈ എപ്പിസോഡൊന്നും ചെയ്യണ്ട എന്ന് തന്നെ തോന്നിപ്പോയി. കാരണം ജിറ്റോയ്ക്ക് നമ്മൾ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ജിറ്റോയ്ക്ക് വീട്ടുകാരെ വിളിക്കുക, കുടുംബക്കാരെ വിളിക്കുക, അങ്ങനെയുള്ള രീതികളിലൊക്കെ മുന്നോട്ട് പോകും. അത് വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. കാരണം അതിനെ സപ്പോർട്ട് ചെയ്യരുത്. ഒരിക്കലും ജിറ്റോയെ അങ്ങോട്ട് തെറി വിളിച്ചാൽ ജിറ്റു അവിടെ മറ്റു രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ വായുന്ന മോശമായ വാക്ക് വരാൻ പാടില്ല എന്നത് ഒരു സത്യമുള്ള കാര്യമാണ്. അതും ഗബ്രിയും ഓർക്കണം. തിരിച്ചെന്ത് പറയാമെന്ന് എന്തൊക്കെയോ വായിലിട്ട് ഗബ്രി സംസാരിക്കും. അതിൻ്റെയൊക്കെ മറുപടിയായിട്ട് ഗെറ്റ് ഔട്ട് എന്ന് മോഹൻലാൽ ആങ്കറിങ്
വന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ പുറത്തു പോകേണ്ടി വരും. അവിടെ നിങ്ങൾക്ക് വോട്ടുണ്ടായിരുന്നോ, നിങ്ങൾ വോട്ടിൽ അകപ്പെട്ടു എന്നൊന്നുമല്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി കൊടുക്കേണ്ടി വരും. അവിടെ കരച്ചിലും പിരിച്ചിലൊന്നും ഒരു സ്ഥാനവുമില്ല. ഗ്യാസ് എന്നത് മെയിനായ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഗ്യാസ് ഏത് ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിലും ഗ്യാസ് എന്ന ഒരു കാര്യത്തെ നിങ്ങൾ വളരെ നിസ്സാരമാക്കി കളിച്ചിട്ടുണ്ട്. എല്ലാ എപ്പിസോഡിലും എല്ലാ സീസണിലും ഈ കാട്ടിക്കൂട്ടുന്ന ഗ്യാസിൻ്റെ പ്രോബ്ലം വലിച്ചു ഇട്ടിട്ട് നാറുന്ന ഒരു ഷോ ആക്കാൻ മാറ്റുന്നു. ആ ഗ്യാസ് പൊട്ടിത്തെറിച്ചാൽ ബിഗ് ബോസിൻ്റെ മുഴുവനും കത്തി അമരും. കാരണം ഗ്യാസിനോടാണ് നിങ്ങൾ കളിക്കുന്നത്. ഒരു ഗ്യാസിനെ ഓഫാക്കാനും അത് ഇതാക്കാനും കഴിയാത്ത എന്ത് കണ്ടസ്റ്റൻസാണ് അവിടെ. ഉത്തരവാദിത്തം എന്ന് പറയുന്നത് തീരെ ബോധമില്ലാത്ത ഒരു അൺഫെയർ ഗെയിമാണ് അതൊക്കെ. ഒരിക്കലും ഒരു ഗ്യാസ് ഓണാക്കിയിട്ട് പകലും ഒരു 5 വരെ കൂർക്കം വിളിച്ച് ഉറങ്ങരുത്. അവിടെ എന്തെങ്കിലും ഓഫാക്കിയിട്ടുണ്ടോ, ഓണാക്കിയിട്ടുണ്ടോ? ഗ്യാസ് പൊട്ടിത്തെറിച്ചാൽ നിങ്ങൾ ആർക്ക് ഉത്തരം കൊടുക്കും? ജീവനുണ്ടെങ്കിലല്ലേ? ബിഗ് ബോസ് ടീമിനെ മൊത്തം നിങ്ങൾ ഇല്ലാണ്ടാക്കി കളയും. ഇങ്ങനൊരു ഷോ കേരളത്തിൽ റദ്ദാക്കപ്പെടും. കാരണം നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഗ്യാസിൻ്റെ വിലയും നിലയും അറിയാത്തവരാണ് നിങ്ങൾ മനസ്സിലാകും. ഒരു ഗ്യാസ് എന്ന സാധനത്തിന് എത്ര വെയിറ്റും അതിൽ നിന്ന് വരുന്ന ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അതൊക്കെ 1 മിനിറ്റ് കൊണ്ട് പൊട്ടിത്തെറിക്കാനുള്ള കാര്യമാണ്. എന്തോ ഭാഗ്യത്തിന് അത് സംഭവിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ നല്ലവരാണെന്നല്ല. നിങ്ങൾ ഉറക്കം നടിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ തെറ്റല്ല. ഉറക്കം നടിക്കുന്നവരെ നമുക്കൊരിക്കലും എന്ത് പറഞ്ഞ കാര്യം. എന്നിട്ടും അവിടെ ബോധമില്ലാതെ മോഹൻലാൽ ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും വരുന്ന ആ എപ്പിസോഡിൽ തന്നെ നിങ്ങൾക്കത് കിട്ടുമെന്ന് എനിക്കറിയാം. പല വാണിംഗ് കൊടുത്താലും ഒന്നും അനുസരിക്കാത്തൊരു ജാസ്മിനാണ് അതിൽ മെയിനായ ഉത്തരവാദിത്വം. മൈക്രോഫോൺ ഇടുക, ബെൽറ്റ് ഇടുക എന്ന് പറഞ്ഞാലും ജാസ്മിൻ ഒന്ന് ഇടാൻ സമയം കാണത്തില്ല. എവിടെയും ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ജാസ്മിന് ഉറക്കം ഉണ്ടാവില്ല. ഒന്നുകിൽ ഗബ്രിൻ്റെ കൈ ഒട്ടി നടക്കുക. ഇതൊക്കെ അവിടെ പണി. ഞാൻ ഓർക്കുന്നില്ലല്ലോ. ഞാൻ ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നത് അറിയില്ലല്ലോ. ഞാൻ ഗ്യാസ് കണ്ടിട്ടില്ലല്ലോ. ഗ്യാസ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. എന്ത് നാളെ ചോദ്യമാണ്. ഇങ്ങനെയൊക്കെ ചോദിക്കാനാണെങ്കിൽ ഈ ബിഗ് ബോസ് സീസൺ 6 വരേണ്ട കാര്യമുണ്ടോ? ജാസ്മിൻ എന്ന് പറയുന്ന ഇത്രയും വലിയ ഇൻഫ്ലുവൻസർ ഇങ്ങനെ നാറി ജനങ്ങളെ മുന്നിൽ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസറെ പോലും നാറ്റിക്കുന്ന പോലത്തെ ഒരു ചീപ്പ് ഡ്രാമ. അഷൈൻമെൻറ്റ് മിസ്റ്റർ ജാസ്മിൻ, നിങ്ങളൊരു യൂട്യൂബറാണ്. ബോധമോ ഒന്നുമില്ലാതെ മറ്റുള്ളവരുടെ പ്രയാസം കണക്കിലെടുക്കാതെ നിങ്ങൾക്ക് വാക്കിൽ വരുന്നത് എന്തും പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല ബിഗ് ബോസ്. അതിൽ നിങ്ങൾ ഔട്ടാകേണ്ടതാണ്. ഗബ്രിയെ പിടിച്ച് ഔട്ടാക്കി, ജിൻഡോ തെറ്റ് ചെയ്തിട്ടുണ്ട്, ജിൻഡയും പുറത്താക്കി. പക്ഷെ അതൊരു വാണിംഗാണ്. ഇനി ഇതുപോലുള്ള എക്സ്പ്ലനേഷനും അവസരവും നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും ജാസ്മിനെ അവിടെ ഇരുത്തിയില്ല. അതാണ് ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ മര്യാദ എന്ന് പറയുന്നത്. ഗ്യാസിനോടൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന കാര്യമാണ് ജാസ്മിനൊക്കെ. പുറത്ത് നിങ്ങൾക്ക് എത്ര നെഗറ്റീവ്സ് ഉണ്ടെന്ന് കരുതണം. ഇനി നിങ്ങൾക്ക് അവസരമില്ല.
അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ബിഗ് ബോസ് സീസൺ 6 26-ാമത്തെയും 27-ാം എപ്പിസോഡിൻ്റെയും കാര്യമാണ്. അപ്പോൾ നൂറാൻ്റെ കേസും ജാസ്മിൻ്റെ കേസുമൊക്കെ നമ്മൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞ് ജിൻഡോൻ്റെ ഒറ്റപ്പെടുത്തൽ ടാസ്കും ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ജാസ്മിൻ കാണിച്ച ഗ്യാസിൻ്റെ ഇഷ്യൂ, അടുപ്പിൽ ഗ്യാസ് ഇല്ലാതെ ഒന്നും ഉണ്ടാക്കാനോ ഫുഡുണ്ടാക്കാനോ ഒന്നും പറ്റില്ലെന്നത് ഒരു സത്യമായിരിക്കും. അപ്പോൾ ആ ഗ്യാസ് എന്നും ഓണാക്കിയിടാതെ ഓഫാക്കിയിട്ടാലേ നാളെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന ഒരു തിരിച്ചറിവ് ജാസ്മിൻ ജാഫറിന് ഇല്ല എന്നതിൽ നമുക്ക് ആ ഗെയിമിൽ ഒട്ടും ജഡ്ജസ്റ്റാകാതെ നമുക്കതൊരു ഇഷ്ടപ്പെടാതെ പോകുന്ന ഒരു ഗെയിമായിട്ടാണ് തോന്നുന്നത്. ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോ അപ്പോൾ ലാലേട്ടൻ വന്ന എപ്പിസോഡിലും ആദ്യമായി ചോദിച്ച കാര്യം ഈ ഗ്യാസുമായി റിലേറ്റ് ചെയ്ത കാര്യവുമാണ്. ബാക്കി ചർച്ചകളൊക്കെ വന്നത് പിന്നത്തേക്ക് ബാക്കി വെച്ചത് കൊണ്ട് ആദ്യം വന്നപാടെ തന്നെ ഷൗട്ട് ചെയ്ത ഒരു രീതിയിലാണ് ലാലേട്ടൻ 27-ാമത്തെ എപ്പിസോഡ് വന്ന് ഒരു കസറി ഓരോ കണ്ടസ്റ്റൻ്റെയും ഇരുത്തി പൊരിച്ചു എന്ന് പറയാം. വേണം, ഇങ്ങനൊരു ലാലേട്ടനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കണ്ടസ്റ്റൻ്റ് തെറ്റ് ചെയ്താൽ അതിനെതിരെ എന്തെങ്കിലും പറയാതെ ഇങ്ങനെ ഫണ്ണായിട്ട് രസിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന ലാലേട്ടനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ലാലേട്ടൻ തന്നെ സ്വയം തീരുമാനിക്കുന്ന തീരുമാനം ബിഗ് ബോസിൽ നമ്മൾ കണ്ട സീസൺ 6 അമേസിങ് എന്ന് തന്നെ പറയാൻ ലാലേട്ടൻ. ഇത് ചോദിക്കണമായി. നമ്മൾ ഓരോരുത്തരും തെറികൾ സംഭാഷണം ചെയ്യുമ്പോൾ, ഓരോരുത്തരും പല വാക്കുപോരുകൾ ചെയ്യുമ്പോൾ തെറ്റായ എന്തെങ്കിലും ആ വാക്കിലൂടെ വന്നു പോയാൽ അത് സിജോൻ്റെ ആകട്ടെ, ജിറ്റോൻ്റെ ആകട്ടെ, ഗബ്രീൻ്റെ ആകട്ടെ, ജാസ്മിൻ്റെ ആകട്ടെ, ഓരോ പേർക്കും വാണിംഗ് കൊടുക്കണം. ഇതുപോലെ ഗ്യാസിന് മാത്രമല്ല മറ്റുള്ള കാര്യങ്ങൾ ഇടപെടുന്നതിൽ ഒരിത്തിരി ബൗണ്ടറി നിശ്ചയിച്ചിട്ടുണ്ട്. ആ ബൗണ്ടറിക്കുള്ളിൽ നിന്ന് കളി പഠിക്കണം. നേരത്തെ തീരുമാനിച്ചതൊന്നും ബിഗ് ബോസിൽ നടക്കില്ല എന്നതറിയാം. പക്ഷേ നമുക്കവിടെ നിന്ന് പ്ലാൻ ചെയ്ത് അവിടെ നിന്ന് തന്നെ റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ഒട്ടും വെറുപ്പിക്കാത്ത ഒരു സീസൺ 6 മാറണം എന്നതാണ്. പറഞ്ഞല്ലോ, പുതിയ വൈൽഡ് കാർഡ് എൻട്രികളൊക്കെ ഇനി 6 വൈൽഡ് കാർഡ് എൻട്രി അകത്തേക്ക് വരും. ഈ 6 വൈൽഡ് കാർഡ് എൻട്രിയും പവർഫുള്ളാണ്. അവരെ ഇവർക്ക് ഒട്ടും പരിചയവുമില്ല. പക്ഷെ ചിലർക്ക് പരിചയം ഉള്ളതായി. ഒരാൾ ഇൻഫ്ലുവൻസറാണ്, സീക്രട്ട് ഏജൻറ് സായി എന്ന് പറയുന്ന നമുക്കൊക്കെ പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു. എനിക്കൊക്കെ വളരെ കാലമായി അദ്ദേഹത്തിൻ്റെ സീക്രട്ട് ഏജൻറ് എന്ന യൂട്യൂബിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങൾ കണ്ട് ഇൻഫ്ലുവൻസ് ആ യൂട്യൂബ് അദ്ദേഹത്തിൻ്റെ വ്ളോഗ് കണ്ടാണ് നമുക്കും ഒരു ഇൻസ്പിറേഷൻ ആകുന്നത്. അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റാകുന്നുണ്ട്. അത് സീക്രട്ട് ഏജൻറ് എന്ന ഒരു യൂട്യൂബർക്ക്, അതായത് ഒരു ഇൻഫ്ലുവൻസർ, ഒരു വണ്ടിയിലിരുന്നു കൊണ്ട് പറയുന്ന പല കാര്യങ്ങളും മീഡിയയിൽ പബ്ലിക് സെലിബ്രിറ്റി ആകുന്ന ഒരു വ്യക്തി സീക്രട്ട് ഏജൻറ് തന്നെയാണ്. വ്യക്തവും പോയിന്റുമായുള്ള കാര്യങ്ങൾ മാത്രം വ്യക്തമാക്കുന്ന സീക്രട്ട് ഏജൻറ് സായി ബിഗ് ബോസിലേക്ക് കയറി വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നത് പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യമാണ്. കാറിനുള്ളിൽ നിന്ന് സായി സംസാരിക്കുന്ന രീതി പോലെ തന്നെ മറ്റൊരു ബിഗ് ബോസ് ചരിത്രം കൂടി സായി പ്രതികരിക്കേണ്ടതുണ്ട്. അപ്പോൾ സായിയുടെ
റിവ്യൂ ആണ് ഇനി നമുക്കൊക്കെ പറയാനുള്ളത്. സായി ബിഗ് ബോസിനകത്ത് കയറി വന്നാൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും, ജാസ്മിനും സായിയും കൂടി ഉണ്ടാകുന്ന ആ പഴയ സൗഹൃദത്തിൽ നിന്ന് എന്തൊക്കെ വിള്ളലുകൾ വരുമെന്നൊക്കെ നമുക്ക് കാണേണ്ട കാഴ്ച തന്നെയാണ്. അത് വൈൽഡ് കാർഡിയുടെ എൻട്രിയുടെ കാര്യമാണ്, അവർ വന്നതിന് ശേഷമുള്ള കാര്യമാണ്. അപ്പം സായിയൊക്കെ വരുമ്പോൾ ഇത് പുറത്ത് നടക്കുന്ന ഒരുപാട് ഇഷ്യൂസ്, ജാസ്മിൻ ജാഫറിൻ്റെയും ഗബ്രിയുടെയും ഇഷ്യൂസിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സംസാരത്തിനൊക്കെ പ്രതീകമായി സായി അകത്തേക്ക് വന്നാൽ പല ഇഷ്യൂസും പല പ്രയാസമായി കാണുന്ന കാര്യത്തിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സായി സംസാരിക്കണം. സ്വന്തമായി ഒരു സംസാരം, മറ്റുള്ളവർക്ക് വേണ്ടി ഫേവറിസം ചെയ്യാം, സ്വയം ഒരു ഷോ നടത്തി സ്വയം ഒരു ഗെയിം സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ജിറ്റോ വളരെ സങ്കടത്തോടെ ലാലേട്ടനോട് പറഞ്ഞു, ഇനി ഞാൻ ആ തെറ്റ് ചെയ്യില്ല ലാലേട്ടൻ, എന്നെ ഇങ്ങോട്ട് ചീത്ത വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് അവൻ്റെ അപ്പനെയും വിളിച്ചു എന്നൊക്കെ പറഞ്ഞു വളരെ നിരാശയോടെ സംസാരിക്കുന്നത്. ജിറ്റോൻ്റെ ഭാഗത്ത് ശരിയുണ്ടോ എന്നറിയില്ല. ജിറ്റോ നല്ലൊരു ഗെയിമറാകാൻ എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ ജിറ്റോന് പറ്റുന്നത് എന്തും അറിയാതെ കമ്മ്യൂണിക്കേഷൻ പോയിൻ്റ് വഴി അതിൻ്റെ ഒരു കുറവ് മൂലം, സംസാരശേഷിയുടെ ഒരു കുറവ് മൂലം സംഭവിക്കുന്ന തെറ്റുകളാണത്. അത് ജിറ്റോൻ്റെ തെറ്റുകളല്ല, അത് അബദ്ധത്തിൽ പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കുറവാണ്. പക്ഷെ അതിനൊക്കെ വലിയ തെറ്റായി കരുതി എല്ലാവരും ജിറ്റോനെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നു. അതിന്നും ഈ ലാലേട്ടൻ എപ്പിസോഡിലും നമ്മളത് കണ്ടു. ഒരാൾ തന്നെ ടാർഗറ്റ് ആകുമ്പോൾ ക്യാമറ ഫോക്കസ് മൊത്തം അയാൾക്ക് തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെല്ലാവരെയും കുറ്റപ്പെടുത്തണം, ആരെയും ഫേവറിസം ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ കണ്ടസ്റ്റൻസ്, നിങ്ങളുടെ ഗെയിം, നിങ്ങളുടെ സ്റ്റാറ്റസ്, നിങ്ങൾ ആരെ നിലനിർത്താനാണ് ഈ ബിഗ് ബോസിൽ ഒരാളെ വിജയിയാവും. അപ്പോൾ ഒരാളെ വിജയമാക്കുന്ന പോലത്തുള്ള കാര്യങ്ങളാണ് കണ്ടസ്റ്റൻസ് ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നത്. തെറ്റുകൾ എല്ലാവർക്കും ഉണ്ടായിട്ടും ഒരാളുടെ തെറ്റ് മാത്രം എടുത്തു പറഞ്ഞ് ക്രൂശിക്കാനുള്ള നിയമങ്ങളൊന്നും ഇവിടെ ഇല്ല. അത് കോടതിക്കും പോലീസിനും നിയമത്തിനും ചെയ്യേണ്ട കാര്യമാണ്, ബിഗ് ബോസിനും ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളെപ്പോലത്തെ കണ്ടസ്റ്റന്മാർ സ്വയം അത് ജഡ്ജിയാകുന്നു, സ്വയം പോലീസാകുന്നു, സ്വയം വാദിക്കുന്നു. അങ്ങനെ പാടില്ല. പ്രേക്ഷകരെ മുന്നിൽ നിർത്തി വേണം, പ്രേക്ഷകരാണ് നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ അവരെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കളികളും ഇനിയത്തെ ഗെയിമുകളിലേക്കൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ, ടോപ്പ് 5 വരെ എത്തണമെങ്കിൽ തന്നെ ഒരുപാട് കടമകൾ കിടക്കാനുണ്ട്. ഒരുപാട് ഗെയിം ടാസ്കുകളിൽ നിന്നും നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്രിയേറ്റിവിറ്റി ഗെയിമിൽ വന്ന് അതിൽ നിന്ന് കിട്ടുന്ന പോയിൻറ്റിൻ്റെയും ടാസ്കിൻ്റെയും പെർഫോമൻസിൻ്റെയും പിന്നെ കമ്മ്യൂണിക്കേഷൻ രീതിയെക്കുറിച്ചും പുറത്ത് സംസാരിക്കും. എന്നും നിങ്ങളെ നോക്കി ഇരിക്കുകയാണ് പ്രേക്ഷകർ. ആ പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്ന ഒരു സീനും ബിഗ് ബോസിനകത്ത് നടക്കാൻ പാടില്ല. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ വലിയൊരു പുതിയൊരു ഭാവി കാലം നമുക്ക് സൃഷ്ടിക്കുന്നതിനാണ്. ആ ഭാവി കാലം തിരിച്ചു പിടിക്കാൻ വേണ്ടി നമുക്കില്ലാത്തതിനെ ഇല്ലായ്മയിൽ നിന്ന് മോചിതനാകാനുള്ള ഒരു ഗെയിം പ്ലാറ്റ്ഫോമാണത്. അത് ജീവിക്കാനുള്ള അവസരങ്ങളാണ്. ആ അവസരങ്ങളെ ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരാളോടും സംസാരം കൂടുതലാണ്. ഒരാളെ ഇടിച്ചാൽ അയാൾക്ക് വേണ്ടി നടപടിയെടുക്കാൻ, അയാളെപ്പറ്റി ഒരുപാട് ചർച്ച ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് തോന്നണം. ആ ഇടി കൊണ്ടവൻ്റെ അവസ്ഥയും അവൻ്റെ പരിക്കിനെയും ഇടിക്കാൻ പോയവൻ്റെ മാനസികാവസ്ഥയും ഒക്കെ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആ ഒരു രീതിയിൽ എത്തിക്കാൻ ശ്രമിച്ചു എന്നതൊക്കെ. ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ ഇഷ്യൂ തന്നെ വളരെ കണ്ടൻ്റായൊരു
കേസാണത്. അത് ഒരാൾ പോലും ആ ബിഗ് ബോസിൽ ആരും ചർച്ച ചെയ്തില്ല. ഈ ഗ്യാസിൻ്റെ ഇഷ്യൂ എല്ലാവരും മൗനമായി നിന്ന് പ്രതികരണശേഷിയില്ലാത്ത ഒരു ബിഗ് ബോസ് ആയി മാറ്റിയിരുന്നു. ആ സൈഡ് ആരും ചർച്ച ചെയ്യാതെ ശ്രീരേഖ മാത്രമാണ് ഗ്യാസിൻ്റെ ഇഷ്യൂ എടുത്തിട്ടത്. കാരണം ഇത് ഓഫായിട്ടില്ല, ഓണാക്കി കിടക്കുന്നുണ്ടെന്നൊക്കെ രാവിലെ വന്ന് ശ്രീരേഖ പറഞ്ഞപ്പോൾ അത് ബിഗ് ബോസ് അപ്പം തന്നെ ബിഗ് ബോസ് അത് ഓഫാക്കി. അത് നിങ്ങൾക്കറിയില്ലേ, ഓണാക്കി കിടന്നത്. പിന്നെ ഗ്യാസ് പിന്നെ അവർക്ക് കിട്ടില്ല. അന്ന് രാത്രി മുഴുവനും ഗ്യാസ് തുറന്നിട്ടപ്പോൾ ഗ്യാസ് തീർന്നു. അപ്പോൾ അവർ ഒന്നും ഓർക്കണമായിരുന്നു. ഇതുപോലുള്ള അപകട സാധ്യതകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഗ്യാസിന് കിട്ടാണ്ടായിപ്പോയാൽ നിങ്ങൾ അവിടെ നിന്ന് എങ്ങനെ ഭക്ഷണം കഴിക്കും? എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ റുട്ടീൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? നിങ്ങളുടെ അവസ്ഥ തന്നെ ഉപ്പില്ലെങ്കിൽ ഉപ്പ് നിങ്ങൾ വാങ്ങണം. നിങ്ങൾക്ക് വാങ്ങാനുള്ള റേഷൻ അവിടെ തരുമ്പോൾ നിങ്ങൾ വേണ്ടാത്തതും ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങിക്കാൻ പോയാൽ നിങ്ങൾക്ക് വേണ്ടത് അവിടെ കിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റിംഗ് റൂട്ടീനിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ആദ്യം വാങ്ങിച്ചു വെക്കുക. എന്നിട്ട് അടുത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വീറ്റ് സ്നാക്സും ഒക്കെ വാങ്ങണമെങ്കിൽ അതിന് വേറെ ഒരു കാറ്റഗറി ഉണ്ട്. എല്ലാം ഒരുമിച്ച് വാങ്ങാനുള്ള വ്യഗ്രതയാണ്. നിങ്ങൾക്ക് റേഷനിലും ടാസ്ക് പോയിന്റുകളിൽ കിട്ടുന്ന ഓരോ റേഷൻസും 1000 വെച്ച് കട്ട് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ പോയിൻ്റ് നിലവാരവും സീസൺ 6 കിട്ടില്ല. ബിഗ് ബോസിന് അത് ലാഭിക്കണം. കാരണം നിങ്ങൾക്ക് തരുന്ന ഓരോ ഭക്ഷണ സാധനത്തിനും ബിഗ് ബോസിന് കണക്ക് പറയണം. അത് കണക്ക് രേഖപ്പെടുത്തണം. അതൊന്നും അറിയാതെ പൊട്ടത്തരം കാണിക്കാൻ മാത്രം ഈ ബിഗ് ബോസിലേക്ക് ഇത്രയും വലിയ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിലവാരമില്ലാത്ത ചർച്ചകൾക്കും നിലവാരമില്ലാത്ത ക്രൂക്കഡ് മൈൻഡിനുമൊക്കെ അപ്പനെയും അമ്മനെയും തള്ളയുമൊക്കെ വിളിച്ച് ഇങ്ങനെ ക്രൂശിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിക്കരുത്. ബിഗ് ബോസിനെ മൊത്തത്തിൽ ഇല്ലാണ്ടാക്കിക്കളഞ്ഞു. അങ്ങനെയൊരു റിയാക്ഷൻ മോഹൻലാലിന് നാണം കിട്ടും. നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഞാൻ ഏറ്റെടുത്തല്ലോ. അതായത് നിങ്ങളെയൊക്കെ ഇതിനകത്ത് പിടിച്ച് കയറ്റി ഇട്ടിട്ട് ഞാൻ തന്നെ പണി വാങ്ങിച്ചു എന്നതിൻ്റെ ദുഃഖമാണ് ആ മുഖത്ത് കണ്ടത്. ശരിയാണ്, ഇത്രയും അറഗൻ്റായ പീപ്പിൾസാണ് ഇവരെ കണ്ടാൽ തോന്നുന്നു ഇവർ ഇതൊക്കെ ചെയ്ത് കൂട്ടുമെന്ന്. ഇല്ല, ഓരോ ആൾക്കാരെയും കാണുമ്പോൾ നമുക്ക് തോന്നും ഇയാൾ നല്ലവരായിരിക്കും. പക്ഷെ ആർക്കും ഒരു മാന്യതയോ ഒരു ഉത്തരവാദിത്വവും ഇല്ല. ജാൻമണി എന്ന് പറയുന്ന ആസാമികാരിയാണോ ഏത് ഭാഷക്കാരിയാണോ എന്നൊന്നും നമുക്ക് വലിയ തിരിച്ച് ആ പെൺകുട്ടിയെക്കുറിച്ച് ഒരു നിശ്ചയമില്ല. പക്ഷെ അങ്ങനെയുള്ളൊരു പെൺകുട്ടി, അതായത് ട്രാൻസ്ജെൻഡറാണ്, വെറുതെ ഷോ ഓഫിന് വേണ്ടി ഇമോഷൻസ് കാണിക്കുകയാണ്. എന്തിനു വേണ്ടി? യമുന റാണി ഇന്ന് ഈ ഗെയിമിൽ നിന്ന് ഔട്ടാവും എന്നറിയാം. ഔട്ടാകാൻ പല സാധ്യതകളും യമുന റാണിയിൽ കണ്ടുവരുന്നുണ്ട്. യമുന റാണിക്ക് വോട്ട് കുറവായിരിക്കാം. ആ വോട്ട് അടിസ്ഥാനത്തിൽ ഒരാൾ ഔട്ടാകുമെന്നത് എഫിഷ്യൻ എന്ന് പറയുന്ന ഡേയിൽ സംഭവിക്കുന്നതാണ്. അതിന് ഇത്രയും വലിയ ഇമോഷൻസ് കൊണ്ടുവന്ന് അതിൽ നിറക്കണമായിരുന്നു. താൻ അകത്തുണ്ടല്ലോ എന്ന് സംതൃപ്തിയിൽ അവരെ യാത്രയാക്കിയല്ലേ വേണ്ടത്. അവരെയും സങ്കടപ്പെടുത്തി അവരുടെ മാനസികാവസ്ഥയും തളർത്തിക്കൊണ്ടുള്ള ഈ അരഗൻറ്റ് ആറ്റിറ്റ്യൂഡ്, ഈ ഇമോഷൻസിനെ വേണ്ടാത്തതിനുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ഇമോഷൻസ് ഡ്രാമയുണ്ട്. അത് മാറ്റി വെച്ചാൽ തന്നെ എത്ര നല്ലൊരു ഷോ ആയി മാറുന്നത്. ആവശ്യമില്ലാത്തതിനും എല്ലാത്തിനും ചൊറിയാൻ പോയാൽ ഇങ്ങനെ ഇരിക്കും. അതാണ് പറയുന്നത്, ഷോയിൻ്റെ ക്രെഡിബിലിറ്റിയെ പോലും നിങ്ങൾ ഒട്ടും വില കൽപ്പിക്കുന്നില്ല. ലാലേട്ടൻ എന്ന ഒരു മാനായ വ്യക്തിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിന് എതിരെ സംസാരിക്കുന്ന പലരും ബിഗ് ബോസ് സീസൺ 6 അതിന് സായി കൃഷ്ണയും
വരാൻ പോകുന്ന കണ്ടസ്റ്റൻസൊക്കെ വന്നു കഴിഞ്ഞ് അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് ജഡ്ജ്മെൻറ്റ് ചെയ്യണം. അപ്പോഴേ ഇനിയുള്ള കണ്ടസ്റ്റൻസ് എത്രത്തോളം വളരണം, എത്രത്തോളം താഴണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവിടെ ഒരു റിയാക്ഷൻസ് ഇടാൻ പറ്റും. അത്രക്കും ബോധവും പൊട്ടത്തരവും കാണിച്ച് കാട്ടിക്കൂട്ടുന്ന എല്ലാ തെറ്റിനെയും ന്യായീകരിക്കാൻ പറ്റില്ല. അതൊരു സ്റ്റോറി കൊണ്ട് മാത്രം ജാസ്മിൻ ഒഴുക്കിക്കളഞ്ഞപ്പോൾ എത്ര പേരുടെ ജീവനാണ് ആപത്ത് സംഭവിച്ചത്? ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ജാസ്മിൻ ഉത്തരം പറഞ്ഞേ പറ്റൂ. ചെറിയൊരു ഉത്തരത്തിൽ അത് ഒതുക്കിക്കളയല്ല വേണ്ടത്. ആവശ്യമില്ലാത്ത ഇമോഷൻ ഇറക്കി അവിടെ സമയം കളയല്ല വേണ്ടത്. ലാലേട്ടൻ കൊടുക്കുന്ന സമയത്തിനുള്ളിൽ ഉത്തരം കിട്ടിയിരിക്കണം. യെസ്, എനിക്ക് തെറ്റുപറ്റിയില്ല ലാലേട്ടാ, ഐ ആം അക്സെപ്റ്റ് യു, ഇനി ഞാനത് ആവർത്തിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറയും. അത് കണ്ടാലും മതി. നാളെ തന്നെ ഇവർ മാറ്റിപ്പിടിക്കില്ലെന്ന് എന്തുറപ്പ്? ഇന്ന് പറയുന്നത് നാളെ ആവർത്തിക്കാതിരിക്കും. മനുഷ്യരാണ്, ഹ്യൂമൻ ബീങ്. എന്ത് പറയും, എവിടെ എന്തൊക്കെ സംസാരിക്കുമെന്ന് ഒരു നിശ്ചയമില്ലാത്ത നിലപാടുകളാണത്. ആ നിലപാടുകളെ തിരുത്തിക്കൊണ്ട് നിങ്ങൾ റൺ ചെയ്താൽ നിങ്ങളുടെ ഗെയിം സ്ട്രാറ്റജി വിജയിക്കുക തന്നെ ചെയ്യും. പക്ഷേ ജാസ്മിൻ ജാഫർ, നിങ്ങളുടെ വിജയത്തിന് 100% വിജയം വാല്യൂ പോലുമില്ല എന്നത് നിങ്ങൾ ഓർത്താൽ കൊള്ളാം. നിങ്ങൾ പുറത്ത് ഷെയിം എന്നായത് അഷെയിംഡായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ജീവിതത്തിലും ഇനി വരാൻ പോകുന്ന ജീവിത ഭാവിയുടെ കാര്യത്തിൽ പോലും ഒരു ഉറപ്പുമില്ലാത്ത വിജയമായിരിക്കും നിങ്ങളുടെ വിജയം. അതുകൊണ്ട് നിങ്ങളുടെ വിജയത്തിന് ഒരിത്തിരി തീ പടർന്നിട്ടുണ്ടെന്നത് നിങ്ങളൊന്ന് ഓർക്കുക. നല്ലൊരു ദിവസം, നല്ലൊരു മാസമായിട്ടും നല്ലൊരു ദിവസം, നല്ലൊരു പവിത്രമായ ദിവസങ്ങളായിട്ടും ആ ദിവസത്തിനെ പോലും നിങ്ങളൊരു മാന്യത കാണിച്ചിട്ടില്ല. നിങ്ങൾ ഈ ഒരു റമദാൻ മാസത്തിൽ പോലും വിളിക്കാൻ പറ്റാത്ത പലതും വിളിച്ചു. നിങ്ങളുടെ അച്ഛനെയും അമ്മയുമൊക്കെ, നിങ്ങളുടെ ഉമ്മയും ഉപ്പയുമൊക്കെ നാറ്റിച്ച് കളഞ്ഞില്ലേ? അതുകൊണ്ട് അതിനു വേണ്ടിയാണ് നിങ്ങൾ അതിനകത്ത് പോയത്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം, നല്ലൊരു ആൾക്കാരാണെങ്കിൽ അവരെ ഒരിക്കലും ക്രൂശിക്കരുത്. അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് തീരുമാനത്തിലെത്തിക്കാം. വെറുതെ ഇല്ലാത്തതിനെ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയല്ല. ലൈഫ് സ്റ്റോറിയിൽ സംസാരിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്, അതിലേക്ക് കൊണ്ടുവരാം. അല്ലാതെ വെറുതെ അടിപിടി കേസിലൊക്കെ അച്ഛനെയും അമ്മയുമൊക്കെ കൊണ്ടുവരുന്ന ഈ ഒരു നിലപാട് മാറ്റണം, മാറ്റിക്കൊണ്ടുവരണം. മാറ്റിവെച്ചാലേ ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. അത് ഓരോ കണ്ടസ്റ്റൻസും ഓർമ്മയിൽ, തോട്ടിൽ നിശ്ചയിക്കേണ്ടതാണ്. ജിറ്റോ ഇനി വരുന്ന എല്ലാ എപ്പിസോഡിലും ബുദ്ധിപരമായ ഒരു ട്രെയിനറായിട്ട്, ബുദ്ധിപരമായ ഒരു ടാസ്കിലൂടെ, ബുദ്ധിപരമായ മറ്റുള്ളവർക്ക് വേണ്ടി ഫേവർ ചെയ്യാതെ സ്വന്തം ഗെയിം കളിച്ച് മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോയാൽ, ആ ബുദ്ധി ഉപയോഗിച്ച് തന്നെ, നല്ലൊരു ബുദ്ധി ഉപയോഗിച്ച് കൊണ്ടുതന്നെ മുന്നോട്ട് പോയാൽ ജിറ്റോക്ക് 100 ദിവസമെങ്കിലും ബിഗ് ബോസിൽ തികക്കാം. കപ്പെടുക്കാൻ കഴിയണമെന്നൊന്നുമില്ല. വിജയ് അല്ല അവിടെ. പ്രേക്ഷകർക്ക് മുന്നിൽ അവൻ എന്താകുമെന്നതിൻ്റെ യാഥാർത്ഥ്യം, അവന് നാളെ എന്ത് കിട്ടുമെന്നതിൻ്റെ വിപരീത ഫലം, ആ ഫലത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കുന്നത്. ആ പ്രയത്നം നല്ലതിന് വേണ്ടിയായിരിക്കണം. നല്ലൊരു ഊർജ്ജസ്വലമായ വാക്കുകൾക്ക് വേണ്ടിയായിരിക്കണം. ആ വാക്ക് സത്യസന്ധമായ നിലപാടുകൾക്ക് വേണ്ടിയായിരിക്കണം. ആ നിലപാട് പ്രേക്ഷകർ എന്നും ഒരു കോണ്ടൻ്റായി നമ്മുടെ ഹൃദയത്തിൽ വെക്കും. ആ ഹൃദയത്തിൻ്റെ ഇഷ്ടമായിരിക്കും നിങ്ങളിലേക്ക് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇന്നത്തെ എപ്പിസോഡ് നാളെ പറയാം.